അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റിയാദുസ് സ്വാലിഹീനിലെ 44-ാമത്തെ ബാബ്. ആലിമീങ്ങളും വലിയ ആൾക്കാരും ശ്രേഷ്ഠമുള്ള ആൾക്കാരെ ബഹുമാനിക്കണം എന്ന് വിശദീകരിച്ച് പണ്ട് ആ ബാബായിട്ടിക്കട് നാം വിശദീകരിച്ച് വന്നോണ്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അതിൽ 357-ാമത്തെ ഹദീസിന്റെ വിശദീകരിക്കോ പോണ്ട്. അതൊക്കെ എല്ലാവർക്കും അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. ചാനലിക്ക് പുതിയ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കുക. അപ്പൊ ഇന്നത്തെ ഈ ഹദീസിൽ ചൊല്ലത് ഒരു സംഭവമായിട്ടിക്കട്, അതായത് വലിയങ്ങളെ ആദരിക്കണം, ബഹുമാനിക്കണങ്ങളെ ബഹുമാനിക്കണം എന്നതൊക്കെ വിവരിക്ക ഒരു സംഭവം ഉദ്ധരിക്കുക. ആരെ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവം. ആ ഹദീസ് ചൊല്ലതുക്ക് മുന്നല്ല അതിന്റെ സ്റ്റോറി ഞാൻ വിവരിക്കുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിനോട് മുഷാവർ, അതായത് ഉമർ റളിയല്ലാഹുവിന് അഭിപ്രായക്കട ആളുമാർ അങ്ങ് കുഹൂലും ഷുബാനുമായിട്ട് ആൾമാരുన్నారు. കുഹൂൽ ചെന്നെങ്കിൽ 40 വർഷത്തെ 60 വർഷത്തെ ഇടയിലുള്ള ആൾമാർക്കായിട്ട് കുഹൂൽ ചൊല്ലെ. ഷുബാനും ചെന്നെങ്കിൽ 31-40 ഇടയിലുള്ള ആൾക്കാർക്ക്, 31 വർഷം കഴിഞ്ഞ് 30-40 ഇടയിലുള്ള ആൾക്കാർ. അപ്പൊ ഇതായിട്ട് ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തെ അണ്ടത്തെ ആലിമീങ്ങൾ ഈ പ്രായക്കാരുള്ള ആൾക്കാരായിട്ട് ഉമർ റളിയല്ലാഹു അങ്ങനെ അഭിപ്രായക്കാർ അങ്ങോട്ട് പലക്ക പറയല് ചെന്നെങ്കിൽ പല കാര്യങ്ങൾ ദീന്റെ വിഷയത്തിലൊക്കെ അങ്ങോട്ട് ചർച്ച ആക്കുക എന്നർത്ഥം. അപ്പൊ അതിൽപ്പെട്ട ആളായിട്ട് ഉറുബിന് തൈസും ചൊല്ലാറ്. ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കൽ അയാൾക്ക് ഒരു മന്ത്രി സ്ഥാനം പോലെ അയാൾക്ക് സ്ഥാനമുണ്ട്. അപ്പോ ഉയൈനത്ത് ഇബ്നു ഹിസ്നും ചൊല്ലാല്. അയാൾ മക്ക ഫത്തിൽ പിന്നെ ഇസ്ലാമക്ക് വന്നാൽ, ഹിജ്റ 8 പിന്നെ ഇസ്ലാമക്ക് വന്നാൽ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് അയാൾ എന്താക്കിയിട്ട് പിന്നെ നബി തങ്ങളുടെ വഫാത്ത് കാലഘട്ടത്ത് ചില ആൾമാരൊക്കെ ഇസ്ലാം ദീനിൽ നിന്നും തിരിച്ചു മുർത്തദ്ദായി പോയ വലിയ ആൾക്കാർ ഇന്നാണ്. ദീനെ സംബന്ധിച്ച് കൂടുതൽ അറിയാത്ത മനസ്സിലാക്കാത്ത ആൾമാർ. നബി വഫാത്തായി തലേ ഞങ്ങൾക്ക് ദീന് വേണ്ട. അങ്ങനെ ആ കൂട്ടത്തിൽ ഇയാൾ എന്തിയാള് ഉയൈനത്ത് ഇബ്നു ഹിസ്നും ചൊല്ലാലോ. പിന്നെ അൽ ജന്നാമത് തോപ ചെയ്ത് നന്നായി ഇസ്ലാമുക്ക് വന്നത്. ആ ഉയൈനത്ത് ഇബ്നു ഹിസ്നും ചൊല്ലാല് ഈ നാണ് പഠിച്ചത് ഖുർബിന് കൈസ് ചെന്നില്ലേ, അയാൾ മുട്ടപ്പണ്ട്. അപ്പൊ ഉമർ റളിയല്ലാഹുവിന്റെ ആടലിത്തക്കാലത്ത് ബഞ്ചൊല്ല് അതെന്താ അങ്ങ് സംബന്ധം ഉണ്ടോ എന്തോ ചൊല്ല് നിക്ക്. അയാൾ ബഞ്ചൊല്ല് മോനെ യബ്ന അഖീന്റെ വിളിക്കുന്നു, എന്റെ സഹോദരന്റെ മോനെ ചെന്നെങ്കിൽ ഇയാളെ ബാപ്പയുടെ പ്രായ അയാൾക്ക് ഉണ്ട് എന്ന ആ ഒരു പലക്കത്തെ രീതിയായിട്ട് മോനെ അത് ഈ ഉയൈനത്ത് ഇബ്നു ഹിസ്ൻ ബഞ്ചൊല്ല് ആരട്ടെ ഖുർബിന് കൈസ് നിക്ക് രാജ്യത്തെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ അടുക്കൽ നിനക്കൊരു സ്ഥാനമുണ്ട്. അതുകൊണ്ടിട്ട് ആ ഖലീഫയുടെ നക്കൊന്ന് പലക്കറ അവസരം വെച്ച് തരണം, അവസരം ഉണ്ടായിട്ടാണ്. അപ്പൊ ഉറുബിനെ കൈസിയാളെ വിളിച്ചോയിട്ട് ഉമർ റളിയല്ലാഹുവിന്റെ പലക്കറയുള്ള ഒരു അവസരം വെച്ചു കൊടുക്കുക. അപ്പൊ പോയ സ്ഥലത്ത് ഇയാൾ ഉമർ റളിയല്ലാഹുവിന്റെ ഒരു ബലയും ഒരു ഗൗരവവും ഇല്ലാണ്ട് പലക്കറെ സുറാക്കുക. അപ്പൊ ഉമർ റളിയല്ലാഹുവിന് ഗർസ വന്നിട്ട് അവൻ ചൊല്ല് ഉറുബിനെ കൈസല്ലേ ഉമർ റളിയല്ലാഹുവിന്റെ ടിയെ അയാൾ ഗൊന്തില്ലാത്ത ആള്, പഠിപ്പില്ലാത്ത ആള്, ഖുർആനിൽ ചെന്നരല്ലേ ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫ് എന്നിട്ട് വഅരിദ് അനിൽ ജാഹിലീൻ ചെന്നരല്ലേ. അറിവില്ലാത്ത ആൾമാർ എന്തും ചൊല്ലുവാറ്, നിങ്ങൾ അത് കണക്കിലെടുക്കണ്ടാണ്. അയാൾ അതിൽപ്പെട്ട ആളായിട്ടിക്കത്, എന്ത് തെരിയാത്ത ആൾമാറായിട്ടിക്കത്. അപ്പൊ ഉമർ റളിയല്ലാഹുവിനോട് സ്റ്റോപ്പ് ചെയ്തു. ഇപ്പൊ ഈ ഹദീസ് എന്തൊക്കെ കൊണ്ടുവന്നെങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഖലീഫയായിട്ടിക്കത്, ഉമർ റളിയല്ലാഹു നീതി പാലിച്ച ഭരണമായിട്ടിക്കത്. അപ്പൊ ഉമർ റളിയല്ലാഹുവിന്റെ മുട്ട പോയിട്ട് ഇയാളോട് അദബും ബഹുമാനം ഇല്ലാണ്ട് ഇയാൾ പലക്ക പറഞ്ഞിട്ട് എന്നുള്ളതാണ്. അപ്പൊ അത് തീരാ. അപ്പൊ അത് എന്താക്കണം, ആ ബലയും ബഹുമാനം വെച്ചു കൊടുക്കണം. പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ മുഷാവറയിൽപ്പെട്ട ആൾമാർ, നിങ്ങൾ തീരുമാനാക്കും ഉമർ റളിയല്ലാഹുവിന്റെ അഭിപ്രായക്കട ആൾമാരൊക്കെ അങ്ങ് ചെറിയ വയസ്സിലെ പണ്ഡിതന്മാർ, ചെറിയ വയസ്സ് വന്നെങ്കിൽ അതാ ഷുബാനും ചൊല്ലും 30-40 ഇടക്കുള്ള ആൾമാർ, കുഹൂൽ ചൊല്ലെങ്കിൽ 40-60 ഇടക്കുള്ള ആൾമാർ. അതിന്റെ അപ്പുറം അതിനർത്ഥം ഉമർ റളിയല്ലാഹു അൻഹു ചെന്ന അങ്ങനെ ദീനക്ക് ആവശ്യമുണ്ട്. അപ്പൊ അത് ചൊന്നേ അത് അത്തരം ആൾക്കാരെ സപ്പോർട്ട് വേണം, അങ്ങനെ പിന്നിലായി നിൽക്കണം എന്നുള്ളത്. പിന്നെ അതിനർത്ഥം ഈ ചെറിയ ആൾമാർക്ക് എതിക്കില്ല, അനുഭവിക്കില്ല എന്നുള്ളതാണ്. അനുഭവം വേറെ എന്നുള്ളത്. അപ്പൊ ഉമർ റളിയല്ലാഹു ആലിമീങ്ങളെ സെലക്ട് ആക്കി നല്ല ബുദ്ധിശക്തിയും ഓർമ്മയും ഇൽമുമുള്ള ആളെ മന്ത്രിമാരെ സ്ഥാനത്ത് വെച്ചിട്ടാണ്. കാലത്ത് മന്ത്രി ചെന്നിട്ടില്ല. അപ്പൊ അങ്ങോട്ട് അഭിപ്രായമാക്കണേ എന്നുള്ള
ഇൻഷാ അല്ലാഹ് ഹദീസ് നമുക്ക് പ്രവേശിക്കാം. 357 വൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല ഖദിമ ഉയൈനത്ത് ഇബ്നു ഹിസ്ൻ. ഉയൈനത്ത് ഇബ്നു ഹിസ്ൻ എന്നാൽ ബന്ത്. അതാ ഇയാളെ പേരായിട്ട് ഇയാളായിട്ട് ನಾನು ಪಾಠಿಸಿದ್ದಾರೆ. ഇജറ മക്ക ഫത്തിൽ പിന്നെ ഇസ്ലാമൊക്കെ വന്നിട്ട് പിന്നെ രണ്ടാമത് തള്ളിതായി രണ്ടാമതിൽ തോപ ചെയ്ത് നന്നായിട്ട് എന്നുള്ളത്. ഫനസല അല ഇബ്നി അഖീഹി അൽ ഉർർ ഇബ്നു ഖൈസ്. ഇയാളെ സഹോദരന്റെ മോന് ഹുർർ ഇബ്നു ഖൈസ്, ഇയാളെ സഹോദരന്റെ മോനായ ഹുർർ ഇബ്നു ഖൈസിന്റെ മുട്ട ബന്ത് മദീനത്ത് അയലൊത്തായിട്ട് വന്ന് താമസിച്ചത്. ഫകാന മിനൻ നഫരില്ലദീന യുദ്നീഹിം ഉമർ റളിയല്ലാഹു അൻഹു. ഈ ഹുർർ ഇബ്നു ഖൈസാർ ഉമർ റളിയല്ലാഹു അൻഹു മുട്ടാക്കിക്കൊണ്ടിരുന്ന ആളുമാറായിട്ട് അതിൽ പെട്ടാൽ വക്കാനൽ ഖുറാഉ അസ്ഹാബ മജ്ലിസ് ഉമർ വ മുഷാവറത്തിഹി. ഉമർ റളിയല്ലാഹുവിന്റെ മജ്ലിസിൽ ദയിക്കിടങ്ങും അവിടുത്തെ മുഷാവറുടെ ആളുമാറും കുഹൂലൻ കാനു അവ ശുബാൻ. അങ്ങ് കുഹൂലോ ശുബാനോ ആയിട്ടില്ല. ശുബാൻ ചെന്നെങ്കിൽ 30-40 ഇടയിലുള്ള ആ പ്രായക്കാർ, കുഹൂൽ ചെന്നെങ്കിൽ 40-60 ഇടയിലുള്ള ആൾക്കാർ. ഫഖീല ഉയൈനതു ലിബ്നി അഖീഹി. അപ്പൊ ഈ ഉയൈനത്ത് ഇബ്നു ഹിസ്ന് തന്റെ മൂത്തോന്റെ അല്ലെ എലാവുണ്ട് മോന്റെ ടൂച്ചുണ്ട്, അതായത് ഹുർർ ഇബ്നു ഖൈസിന്റെ ടീച്ചർ. യബ്ന അഖി, ഓ സഹോദരന്റെ മോനെ, ലക വജ്ഹുൻ ഇൻദ ഹാദൽ അമീർ. ഈ അമീറുൽ മുഅ്മിനീൻ ഖലീഫയുടെ മുട്ട നിക്ക് സ്ഥാനമുണ്ട്, നീ ഒരു മന്ത്രിയുടെ പോലല്ലോ ഇവിടെ. ഫസ്തഇദിൻ ലി അലൈഹി, നക്ക് പലക്ക പറയൊരു അനുമതി എടുത്താ. ഫസ്തഅദന ലഹു. അപ്പൊ ഇയാള് ഹുർർ ഇബ്നു ഖൈസ് തന്റെ ബാപ്പയുടെ സഹോദരനായ ഉയൈനത്ത് ഇബ്നു ഹിസ്നക്ക് അനുമതി കേട്ട് കൊടുക്കും. ഫഅദിന ലഹു ഉമർ റളിയല്ലാഹു. ഉമർ റളിയല്ലാഹു അനുമതി കൊടുക്കും. ഫലമ്മാ ദഖല, ഇയാൾ പോയപ്പോ ഉമർ റളിയല്ലാഹുവിന്റെ ആ മുട്ട പോയപ്പോ ഖാല ചന്ത് ഹി യബ്നൽ ഖത്താബ്. പോയെങ്കിൽ വിളിക്കും, ഏ ഇബ്നുൽ ഖത്താബ്. ഉമർ റളിയല്ലാഹുവിന്റെ പേര് ആരാ? ഖലീഫാൻ ചൊല്ലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതിനിധിയായി വന്ന ആൾമാറാ. അങ്ങനെ വിളിക്കരുത് അമീറുൽ മുഅ്മിനീൻട്ടോ ഖലീഫത്ത് റസൂലുള്ളാഹിട്ടോ ഒക്കെ ബഹുമാനത്തോടെ വിളിക്കേണ്ടത്. ഇയാൾ വിളിച്ചത് യബ്നൽ ഖത്താബ്, യാ ഖത്താബിന്റെ മോനെ. ഫല്ലാഹി, അല്ലാഹുവിനെ തന്നെ സത്യം, മാ തൂതീനൽ ജസ്ല, ഞങ്ങൾക്ക് ഗവൺമെന്റിൽ നിന്ന് ചൊമ്മനി തണ്ടില്ല. വലാ തഹ്കുമു ഫീനാ ബിൽ അദ്ൽ, നീതിയായിട്ട് നീ ഞങ്ങളിൽ വിധിക്കില്ല എന്നൊക്കെ ചന്ത്. ഉമർ റളിയല്ലാഹു അൻഹു നീതിയായ ഭരണാധികാരി എന്ന് ലോകം അംഗീകരിച്ചതായിട്ട്. അപ്പൊ ഇയാൾ അങ്ങനെ ചന്ത്. ഫഗളിബ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു അരസം വന്ന് ഹത്ത അമ്മ അൻ യൂഖിയ ബിഹി, അയാളെ പിടിച്ച് ജണ്ട് ബുടനോട്ട് ബെരിച്ചിട്ട്. ഫഖാല ലഹുൽ ഹുർർ, അപ്പൊ ഹുർർ ഇബ്നു ഖൈസ് ചന്ത്, യാ അമീറൽ മുഅ്മിനീൻ, ഏ അമീറുൽ മുഅ്മിനീനെ, ഇന്നല്ലാഹു തആല ഖാല ലിനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു തആല നബി തങ്ങളോട് ചൊന്നിട്ടില്ലേ, ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫ് വഅരിൽ അനിൽ ജാഹിലീൻ. നിങ്ങൾ മാഫ് എന്നുള്ള ആ തുറൂട്ട് നിങ്ങൾ സ്വീകരിച്ചോളറും നൽകാര്യം കൊണ്ട് കൽപ്പിക്കോറും ജാഹിലീങ്ങളെ തൊട്ട് തിരിഞ്ഞു കളയാറ്. അങ്ങനെ എന്തോ ചൊല്ലുവാർ, അത് നിങ്ങൾ കാതോർത്തോണ്ട് തെക്കണ്ട. വൈനഹാദാ മിനൽ ജാഹിലീൻ, ഇയാൾ ജാഹിലീങ്ങളിൽ പെട്ടാൽ അയാൾക്ക് അറിവില്ല, അതുകൊണ്ടിട്ട് നീ എന്ത് ഇതാക്ക പോണ്ട. വല്ലാഹി മാ ജാവസഹ ഉമർ ഹീന തലാഹ അലൈ. ഈ ആയത്ത് ഓതിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അതിലപ്പുറം വിട്ട് കടന്നിട്ടില്ല. കാരണം ഉമർ റളിയല്ലാഹു അൻഹു ഖുർആനിൽ ഇങ്ങനത്തെ ഒരു ആയത്തുണ്ട് ഓതി കൊടുത്തെങ്കിൽ അപ്പൊ തന്നെ സ്റ്റോപ്പ് ആയിട്ട് അത് അവിടെ അങ്ങ് അംഗീകരിക്കുന്നത് ഒപ്പിയുണ്ടാകും. കിതാബില്ലാഹി തആല, അത് ഖുർആൻ ഓതിയെങ്കിൽ ഉമർ റളിയല്ലാഹു അവിടെ തന്നെ സ്റ്റോപ്പ് വന്നെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഖുർആനിൽ ഇങ്ങനെ ഉണ്ട് ചൊല്ലുമ്പോ അതിലപ്പുറം പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലേ. റവാഹുൽ ബുഖാരി. ഇനി രണ്ട് ചെറിയ ഹദീസായിട്ട് ഉള്ളത് ഈ ബാബില് 358. അൻ അബി സഈദ് സമുറത്ത് ഇബ്നു ജുന്ദുബ് റളിയല്ലാഹു അൻഹു ഖാല ലഖദ് കുൻതു അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗുലാമ. അബൂ സഈദ് സമുറത്ത് ഇബ്നു ജുന്ദുബ് റളിയല്ലാഹു അൻഹു ചൊല്ല്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഞാൻ ചെറിയ ആളായിട്ടില്ല, ഗുലാം കുട്ടിയായിട്ടില്ല. ഫകുൻതു അഹ്ഫദു, നബി തങ്ങളിൽ നിന്ന് ഞാൻ കാണാണ്ട് പഠിച്ചു. ഫമാ യംനഉനി മിനൽ ഖൗലി ഇല്ല അന്ന ഹൗന റിജാലൻ ഹും അസന്നു മിന്നി. പക്ഷേ ನಾನು ನಬಿತಂಗಲ ಕಾಲത്ത് ചെറിയ നബിത്തങ്ങളിൽ നിന്ന് പഠിക്ക래. പക്ഷെ എന്നെ കണ്ടെന്ന് പലക്കരയും ನಾನು പലക്കരയിൽ എന്തേ എന്റെ പലക്കരയുടെ തൊട്ട് തടയിൽ എന്തേ കേട്ടെങ്കിൽ ഞാൻ അങ്ങനെ കൂട്ടത്തിൽ ചെറിയ ഉണി എന്നുള്ളതാണ് മുത്തഫഖുനല്ലേ. അപ്പൊ വലിയ നിൽക്കുമ്പോൾ വേണെന്താക്കണം ചെറിയങ്ങത്തിൽ അങ്ങനെ കേട്ട് പലക്ക അങ്ങനെ എതിർന്ന് അങ്ങനെ പലക്കരയിലോ അങ്ങനെ ഓവർടേക്ക് ആക്കുക തീരാന്ന്. അപ്പൊ അത് അദബായിട്ടിരിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബാക്കളെ അദബായിട്ടിരിക്കരുത്, അത് സ്വഹാബാക്കൾ പഠിപ്പായിട്ടില്ല. മുത്തഫഖുന. ഇനൊരു ഹദീസ് 359. വഅൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
മാ അക്രമ ഷാബുൻ ഷെയ്ഖൻ ലിസിന്നിഹി. ഒരു ബാലക്കാര ഒരു ബയസ്ര അയാളെ ബയസ്സുക്ക് മേനായിട്ടൊത്ത ബഹുമാനിച്ച ഇല്ല ഓനക്ക് ബയസ്സാകുമ്പോ ഓന്റെ ആദരിക്കുക അള്ളാഹു താല ഒരാളെ നിയമിക്കണം. അള്ളാഹുടെ ആക്കാണ്ടിക്കില്ല. അരെ ഓനക്ക് ബയസ്സാകുമ്പോഴത്തേക്ക് ഓന്റെ ബഹുമാനിക്കുക അള്ളാഹു ഒരാളെ റെഡിയാക്കാൻ. അപ്പൊ ഇതിൽ നിന്ന് രണ്ട് കാര്യം. ഒന്ന്, ഒരു ബയസ്രാവിന്റെ ബാലക്കാരെ ബഹുമാനിച്ചെങ്കിൽ ഓനക്ക് ബയസ്സാകുമ്പോ ഓന്റെ ബഹുമാനിക്കുക ആളിക്കിട്. ഇതിൽ നിന്ന് രണ്ട് കാര്യം നമുക്ക് മനസ്സിലാക്കും. ഒന്ന്, ഓനക്ക് ബയസ്സാകുമ്പോ ഓന്റെ ബഹുമാനിക്കുക ആളുണ്ട് എന്ന് ചൊല്ലുമ്പോ ഓനക്ക് അള്ളാഹു ദീർഘായുസ് കൊടുക്കാണ്ടും അതിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. അപ്പോ പ്രായമുള്ള ആൾക്കാരെ ബഹുമാനിക്കുക എന്നുള്ളത് അത് ദീർഘായുസ് ഒരു കാരണം കൂടിയേറ്റിക്കിടുന്നുണ്ട്. റവാഹു തിർമിദി വഖാല ഹദീസുൻ ഗരീബുൻ. അപ്പോ എന്തായിട്ടിക്കത്, പ്രായമുള്ള ആൾക്കാരെ ഞങ്ങളെ പ്രായത്തിന് വേണ്ടി ഞങ്ങളെ ആദരിക്കണം, വേറെ ആവശ്യമല്ല. അപ്പൊ അതൊക്കെ ഞങ്ങളെ ഈ ബാബിൽ ഞങ്ങൾ ചൊന്നു വന്നിട്ട് ആലിമീങ്ങൾ, സ്വാലിഹീങ്ങൾ, പ്രായമുള്ള ആൾക്കാർ, സ്ഥാനമുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ബഹുമാനിക്കണം, ആദരിക്കണം. അതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചതായിട്ടിക്കത്. ഞങ്ങളെ ഈ ബാബു ഇവിടെ എത്തിയിട്ട് 45-ാമത്തെ ബാബു ആയിട്ടിക്കത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അള്ളാഹു ഞങ്ങളൊക്കെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ, സജ്ജനങ്ങളിൽ പെടുത്തട്ടെ. കാതുകൊടുക്കുക എല്ലാ ഉത്തരങ്ങൾക്കും അള്ളാഹു ബർക്കത്ത് ചൊരിയട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.